കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഏകോന സപ്തതി തമോധ്യായഃ. ഈ അധ്യായത്തിൽ ഭഗവാന്റെ ഗാർഗസ്ഥ്യ വർണ്ണനം ആണ് കൊടുത്തിരിക്കുന്നത്. നരകാസുരൻ ബന്ധനത്തിൽ ഇട്ടിരുന്ന 16,000 സ്ത്രീകളെ ഭഗവാൻ ഒരേ കാലത്തിൽ തന്നെ വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞ നാരദൻ ഇത്രയും സ്ത്രീകളുമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ രമിക്കുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഒരു ദിവസം ദ്വാരകയിൽ എത്തി. ദ്വാരകയിൽ കൃഷ്ണപത്നിമാർക്ക് പ്രത്യേകം ഭവനങ്ങളുണ്ട്. ഇത് വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചതാണ്. ആ ദ്വാരകയുടെ ഭംഗി വ്യാസഭഗവാൻ വർണ്ണിക്കുകയാണ്. ഓരോ പത്നിമാർക്കും ധാരാളം ദാസികളുമുണ്ട്. നാരദൻ ആദ്യം പോയത് രുക്മിണിയുടെ ഭവനത്തിലാണ്. അവിടെ ചെന്നപ്പോൾ ഭഗവാനെ രുക്മിണി വെഞ്ചാമരം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഭഗവാനെ കണ്ടപ്പോൾ നാരദ മഹർഷി അങ്ങനെ നിന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? നാരദ മഹർഷിയെ സ്വീകരിച്ച് ഇരുത്തി കാല് കഴുകി ആ പാദജലം തന്റെ ശിരസിൽ ധരിച്ചു. ഇത് ലോക മര്യാദ അനുസരിച്ചാണ് ഭഗവാൻ ഇത് ചെയ്തതെന്ന് നാരദ മഹർഷിക്ക് അറിയാം. അപ്പോൾ ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ഭഗവാൻ നാരദ മഹർഷിയോട് ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങയുടെ പാദത്തിൽ നിന്ന് ഇളകാത്ത ഭക്തി എനിക്ക് ഉണ്ടാകാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നാരദൻ സത്യഭാമയുടെ ഭവനത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നാരദൻ അതിശയിച്ചു പോയി. അവിടെയുമുണ്ട് കൃഷ്ണൻ. അവിടെ കൃഷ്ണൻ സത്യഭാമയോ ഉദ്ധവരോടുമൊത്ത് ചൂത് കളിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഭഗവാൻ നാരദ മഹർഷിയോട് ചോദിച്ചു, അങ്ങ് എപ്പോഴാണ് വന്നത്? എന്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നാരദൻ ഒന്നും മിണ്ടാതെ അടുത്ത ഗൃഹത്തിലേക്ക് പോയി. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച നരകം നിഗതം ശ്രുത്വാ തതോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദൃശു സ്മ നാരദഃ. നരകം നിഗതം ശ്രുത്വാ തഥ ഉദ്വാഹം ച യോഷിതാം കൃഷ്ണേന ഏകേന ബഹ്വീനാം തദ്ദൃശു സ്മ നാരദഃ. ഏകേന കൃഷ്ണേന, ഒരുവനായ കൃഷ്ണനാൽ നരകം, നരകാസുരൻ നിഹതം, കൊല്ലപ്പെട്ടതായും ബഹ്വീന, ബഹുകളായ, അതായത് ധാരാളം, യോഷിതം, സ്ത്രീകളുടെ, ഉദ്വാഹം ച, വിവാഹത്തെയും ശ്രുത്വ കേട്ടിട്ട്, നാരദഃ, നാരദൻ അതിനെ ദിദൃക്ഷു സ്മ, കാണാൻ ഇച്ഛയുള്ളവനായി ഭവിച്ചു. അതായത് നരകാസുരനെ ഭഗവാൻ കൊന്നു. അത് കഴിഞ്ഞ് നരകാസുരൻ പിടിച്ചുകൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന 16,000 സ്ത്രീകളെ ഭഗവാൻ മോചിപ്പിച്ചു. ഒരേ കാലത്തിൽ തന്നെ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നാരദന് ഒരു സംശയം, ഇത്രയും സ്ത്രീകളുമായിട്ട് എങ്ങനെയാണ് ഭഗവാൻ, ഒരാളല്ലേ ഉള്ളൂ, എങ്ങനെയാണ് രമിക്കുന്നത്? ഇതൊന്ന് പരീക്ഷിച്ചറിയാം
എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ഭാര്യമാരോടൊത്ത് കൃഷ്ണൻ എങ്ങനെയാണ് രമിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നാരദൻ ദ്വാരകയിലേക്ക് തിരിച്ചു. നരകം നിഹതം ശുദ്ധ്വാ തഥോദ്വാഹം ച യോഷിതാം കൃഷ്ണേനൈകേന ബഹ്വീനാം തദ്ദൃക്ഷുസ്മ നാരദഃ. ശ്ലോകം 2. ചിത്രം ബദയേതൈകേന വപുഷായുഗപത് പൃഥക് ഗൃഹേഷു ദ്വഷ്ട സാഹസ്രം സ്ത്രിയാ ഏക ഉദാവഹത്. ചിത്രം ബദ ഏതത് ഏകേന വപുഷാ യുഗപത് പൃഥക് ഗൃഹേഷു ദ്വഷ്ട സാഹസ്രം സ്ത്രിയഃ ഏക ഉദാവഹത്. ഏകേന വപുഷ, ഒരു ശരീരം കൊണ്ട്, ഭഗവാൻ ഒരാളല്ലേ ഉള്ളൂ. യുഗപത്, ഏകകാലത്തിൽ, പൃഥക്, വെവ്വേറെ, ഗൃഹേഷു, ഗൃഹങ്ങളിൽ. അപ്പോൾ ഈ 16,000 സ്ത്രീകളുടെയും ഭവനത്തിൽ ഒരാളായ കൃഷ്ണൻ എങ്ങനെ എത്തും? എത്ര സ്ത്രീകളാണ്? ദ്വഷ്ടസാഹസ്രം, 16,000 സ്ത്രീകളെ ഏകഹ, ഒരുവൻ, ഉദാവഹ, വിവാഹം ചെയ്തു. അപ്പൊ ഒരാളായ കൃഷ്ണൻ 16,000 സ്ത്രീകളെ എങ്ങനെയാണ് വിവാഹം ചെയ്തത്? ഇത് ചിത്രം ബദ, ഇത് അത്യാശ്ചര്യം തന്നെയാണ്. എങ്ങനെയാണ് ഒരേ സമയം 16,000 പേരെ വിവാഹം ചെയ്യുന്നത് എന്ന് നാരദൻ അതിശയിച്ചു. ചിത്രം ബദയേതൈകേന വപുഷായുഗപത് പൃഥക് ഗൃഹേഷു ദുഷ്ടസാഹസ്രം സ്ത്രീയാ ഏക ഉദാവഹത്. ശ്ലോകം 3. യുത്യുത്സുകോ ദ്വാരവതി ദേവർഷീൻ ദ്രഷ്ടുമാഗമത് പുഷ്പിതോ ഭവനാരാമ ദ്വിജാളികുല നാദിതാം. ഇതി ഉത്സുകഃ ദ്വാരവതീം ദേവർഷിഃ ദ്രഷ്ടും ആഗമത് പുഷ്പിത ഉപവന ആരാമ ദ്വിജ അളി കുല നാദിതാം. ഇത് ഇപ്രകാരം ഉത്സാഹയുക്തനായ ഇപ്രകാരം നാരദൻ ആലോചിച്ചു, എങ്ങനെയാണ് ഭഗവാൻ ഈ 16,000 സ്ത്രീകളുമായിട്ട് ഒന്നിച്ച് രമിക്കുന്നത്? ഇപ്രകാരം ആലോചിച്ച് ഉത്സാഹയുക്തനായ ദേവർഷിയായ നാരദൻ പുഷ്പിത ഉപവന ആരാമ ദ്വിജ അളികുലനാദിത. പുഷ്പിത ഉപവനം, പുഷ്പിച്ചു നിൽക്കുന്ന ഉപവനത്തിലും ആരാമത്തിലും പൂന്തോട്ടത്തിലുമുള്ള ദ്വിജ പക്ഷി സമൂഹങ്ങൾ, ദ്വിജ അളികുലനാദിത, ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ പക്ഷികളുടെയും വണ്ടുകളുടെയും എല്ലാം ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. ദ്വാരവതി, അങ്ങനെയുള്ള ദ്വാരകയെ ദർശിക്കാനായിക്കൊണ്ട് ആഗമിച്ചു. അപ്പൊ ദ്വാരകാപുരിയുടെ സമീപത്തുള്ള ഉദ്യാനങ്ങളും ആരാമങ്ങളും എല്ലാം ബഹുവിധ പുഷ്പലതാദികളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. അതിലുള്ള പൂന്തേൻ നുകരാൻ വേണ്ടി വന്നിരിക്കുന്ന പക്ഷികളുടെയും മുരണ്ടു പറക്കുന്ന വണ്ടുകളുടെയും മധുരനാദം കൊണ്ട് ദ്വാരകാപുരി വളരെ മനോഹരമായിരുന്നു. അപ്പോ അവിടേക്ക് വരുന്ന നാരദ മഹർഷിയുമായിട്ട് മധുര സംഭാഷണം ചെയ്യാൻ അവ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന് തോന്നും. അങ്ങനെയുള്ള ദ്വാരകയിൽ നാരദൻ എത്തി. യുത്യുത്സുകോ ദ്വാരവതി ദേവർഷി ദ്രഷ്ടുമാഗമത് പുഷ്പിതോ ഭവനാരാമ ദ്വിജാളികുലനാദിതാം. ശ്ലോകം 4. ഉത്ഫല്ലേന്ദിവരാംഭോജ കൽഹാര കുമുദോൽപലൈഃ ചുരിതേഷു സരസ് ഉച്ചൈഃ കൂജിതാം ഹംസസാരസൈഃ. ഉത്ഫുല്ല ഇന്ദീവര അംഭോജ കൽഹാര കുമുദോത്പലൈഃ ചുരിതേഷു സരസ് ഉച്ചൈഃ കൂജിതാം ഹംസ സാരസൈഃ. ഉത്ഫുല്ല ഇന്ദീവരാംഭോജ, വിടർന്ന നീലത്താമര, കൽഹാരം, കുമുദ ഉൽപ്പലൈ, ആമ്പൽ മുതലായ പൂക്കളാൽ
ചുരുദേഷു വ്യാപിക്കപ്പെട്ട സരസ്സു തടാകങ്ങളിൽ ഹംസസാരസൈഹി ഹംസപക്ഷികള് കുളക്കോഴികൾ ഇവയാൽ ഉച്ചത്തിൽ കൂജിതം ശബ്ദിക്കപ്പെട്ടിരുന്നു. അപ്പൊ മനോഹരമായ ആ തടാകത്തിൽ നീലത്താമരകളും ആമ്പലുകളും എല്ലാം വിരിഞ്ഞു നിൽപ്പുണ്ട്. അവിടെ ഹംസം അതുപോലെ കുളക്കോഴികൾ ഇവയെല്ലാം ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണ്. ഉത്ഫുല്ലേന്തി വരാംഭോജ കൽഹാര കുമുദോൽപലൈഹി ചുരിതേഷു സരസുച്ചൈ കൂജിതാം ഹംസസാരസൈഹി. ശ്ലോകം 5. പ്രാസാദലക്ഷൈർ നവഭേർ ജുഷ്ടാം സ്ഫാടിക രാജതൈഹി മഹാമരതക പ്രഖ്യൈ സ്വർണരത്ന പരിച്ഛദൈഹി. പ്രാസാദ ലക്ഷൈഹി നവഭിഹി ജുഷ്ടാം സ്ഫാടിക രാജതൈഹി. സ്ഫാടിക രാജതൈഹി. സ്ഫടികം കൊണ്ടും രാജതം വെള്ളി കൊണ്ടും ഉണ്ടാക്കപ്പെട്ടവയും മഹാമരതക പ്രഖ്യ മഹാമരതകം കൊണ്ട് ശോഭിക്കുന്നവയും സ്വർണ രത്ന ഛതൈ സ്വർണം രത്നം ഇവ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളോട് കൂടിയവയും നവഭിഹി പുതിയതുമായ പ്രാസാദലക്ഷകൾ അനേകം ഭവനങ്ങൾ കൊട്ടാരങ്ങൾ ജുഷ്ട ആശ്രയിക്കപ്പെട്ടതായിരുന്നു. അപ്പോൾ ദ്വാരകയുടെ ആ ധനസമൃദ്ധി പറയുകയാണ്. അതിലെ മേൽപ്പുരകളെല്ലാം സ്വർണ്ണ തകിടുകൾ വെള്ളിത്തകിടുകൾ കൊണ്ട് ആച്ഛാദനം ചെയ്തിട്ടുള്ളവയാണ്. മഹാമരതക കല്ലുകൾ അവിടെ പതിച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ അത്യാശ്ചര്യമാണ് ഉണ്ടാകുന്നത്. ഇനി ആ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിലോ സ്വർണങ്ങൾ രത്നങ്ങൾ ഇവ കൊണ്ട് ഉണ്ടാക്കിയതുമാണ്. അപ്പൊ ആ ദ്വാരകയുടെ ധനസമൃദ്ധിയെക്കുറിച്ച് പറയുകയാണ്. വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചു കൊടുത്ത ആ പുരിയാണ്. പ്രാസാദലക്ഷൈർനവഭേർ ജുഷ്ടാം സ്ഫാടിക രാജതൈഹി മഹാമരതക പ്രഖ്യൈ സ്വർണരത്ന പരിച്ഛദൈഹി. ശ്ലോകമാണ്. വിഭക്തരഥ്യാപത ചത്വാരാപണൈ ശാലാസഭാഭിരുചിരാം സുരാലയൈഹി സംസിക്തമാർഗ ഗണവീധിദേഹകളീ പതാകാധ്വജ വാരിതാപതാം. വിഭക്ത രഥ്യ വിഭജിക്കപ്പെട്ട രാജമാർഗം. അപ്പോൾ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള രാജമാർഗങ്ങൾ. പഥ വിഭക്ത രഥ്യാപഥ വിഭജിക്കപ്പെട്ട രാജമാർഗം. ചത്വാര മുറ്റം, ആപണൈ അങ്ങാടി ഇവയോട് കൂടിയവയും. അതായത് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി രാജമാർഗങ്ങള്, ഊടുവഴികള്, അതിന്റെ സ്ഥിതിക്ക് അനുസരിച്ച് ആപണശാലകള്, അങ്ങാടികള്, ശാലാസഭാഭി അന്നസത്രം, സഭ ഇരിക്കാനുള്ള സ്ഥലം, അതായത് ആളുകൾക്ക് അന്നങ്ങൾ കൊടുക്കാനുള്ള സത്രങ്ങൾ, ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സഭാ മന്ദിരങ്ങൾ. സുരാലയൈഹി ദേവസ്ഥാനങ്ങൾ, അതായത് മഹാക്ഷേത്രങ്ങൾ. രുചിരാം ക്ഷേത്രങ്ങൾ കൊണ്ട് മനോഹരമായും. സംസിക്ത മാർഗ ഗണവീധി ദേഹളി സംസിക്ത മാർഗ. അപ്പൊ ഈ വീഥികളെല്ലാം ആണെങ്കിലോ പൊടിയൊന്നും പറക്കാതിരിക്കാൻ വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം കൊണ്ട് തളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള വഴി, മുറ്റം, കോലായ
തുടങ്ങിയവയോട് കൂടിയതും. അപ്പൊ കലക്കി, സുഗന്ധദ്രവ്യം കലക്കി എല്ലായിടത്തും തളിച്ചിട്ടുണ്ട്. അപ്പൊ പൊടിയൊന്നും പറക്കില്ല. പതാകാധ്വജ വാരിതാപത, ഇളകിക്കൊണ്ടിരിക്കുന്ന കൊടികൾ, കൊടിക്കൂറകൾ എല്ലായിടും അലങ്കരിക്കുകയാണ്. കൊടികൾ, കൊടിക്കൂറകൾ ഇവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അപ്പൊ കാറ്റില് ഈ കൊടിക്കൂറകളൊക്കെ പറക്കും. പറക്കുമ്പോൾ എന്ത് ചെയ്യും? വെയിലൊന്നും അധികം വഴിയിൽ അടിക്കുകയില്ല. അതാണ് ഇവയാൽ തടുക്കപ്പെട്ട വാരിത ആപതാം. ഇപ്പൊ വെയിലൊന്നും അടിക്കില്ല അധികം. ഈ കൊടികൾ ഇങ്ങനെ എല്ലായിടത്തും നാട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ കൊടികൾ പറക്കുമ്പോൾ അതിന്റെ തണൽ എല്ലായിടത്തും കിട്ടും. അപ്പൊ അധികമായിട്ട് വെയിലൊന്നും അവിടെ അടിക്കുകയില്ല. അപ്പം നടന്നു പോകാൻ നല്ല സുഖമുള്ള വഴികളാണ്. വിഭക്തരത്യാപത ചത്വരാപണൈ ശാലാസഭാഭി രുചിരാം സുരാലയൈ സംസിക്ത മാർഗാങ്കണ വീതിദേഹളീം പതത്പതാകാധ്വജ വാരിതാപതാം. ശ്ലോകം 7. തസ്യാം അന്തഃപുരം ശ്രീമദ് അർച്ചിതം സർവ തിഷ്ണ്യപൈഃ ഹരേ സ്വകൗശലം യത്ര തുഷ്ട്രാ കാസ്നേന ദർശിതം. തസ്യാം അന്തഃപുരം ശ്രീമദ് അർച്ചിതം സർവതിഷ്ണ്യപൈഃ. തസ്യാം അതിൽ സർവതിഷ്ണ്യപൈഃ സകല ദിക്പാലകന്മാരാലും അർച്ചിതം പൂജിക്കപ്പെട്ടതും ശ്രീമദ് ഏറ്റവും ഐശ്വര്യമുള്ളതുമായ ഹരേഹേ ഹരിയുടെ അന്തഃപുരം അന്തഃപുരത്തെ പ്രവേശിച്ചു. അപ്പോ ദ്വാരകാപുരിയിൽ കൃഷ്ണന്റെ പത്നിമാർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം അന്തഃപുരങ്ങളുണ്ട്. അപ്പൊ അവിടെ അടുത്തടുത്ത് 16,000 ഭവനങ്ങൾ ഉണ്ട്. ഓരോ 16,000, പിന്നെ 8 പത്നിമാരല്ലാതെ ഉണ്ടല്ലോ. അപ്പൊ 16,008 ഭവനങ്ങൾ അടുത്തടുത്ത് തന്നെ. അതെല്ലാം എല്ലാ ഭവനങ്ങളും സാക്ഷാൽ വിശ്വകർമാവ് ഭഗവാന്റെ കൽപ്പന പ്രകാരം നിർമ്മിച്ചതാണ്. അപ്പോ ആ വിശ്വകർമാവിന്റെ കരവിരുത് അവിടെ മുഴുവനും പ്രകാശിച്ചിട്ടുണ്ട്. അപ്പൊ സാക്ഷാൽ ഭഗവാന്റെ വാസസ്ഥാനമായതുകൊണ്ട് ദിക്പാലകന്മാരെല്ലാം ഇതിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ സേവിക്കാൻ സാക്ഷാൽ ശ്രീ ഭഗവതി തന്നെ എല്ലാറ്റിലും വസിക്കുന്നു. ഹരേഹേ ഹരിയുടെ അന്തഃപുരം വിശ്വകർമാവിനാൽ സ്വകുശലം തന്റെ നൈപുണ്യം കാസ്നേന മുഴുവനും ദർശിതം. ആ വിശ്വകർമാവിന്റെ ആ നൈപുണ്യം മുഴുവനും ആ ഭവനങ്ങളിൽ കാണാം, അല്ലെങ്കിൽ ദ്വാരകാ പട്ടണത്തിൽ കാണാം. അങ്ങനെയുള്ള ദ്വാരകാ പട്ടണത്തിലാണ് നാരദമുനി എത്തിയത്. തസ്യാ അന്തഃപുരം ശ്രീമദ് അർച്ചിതം സർവതിഷ്ണ്യപൈഃ ഹരേ സ്വകൗശലം യത്ര തുഷ്ട്രാ കാസ്നേന ദർശിതം. ശ്ലോകം 8. തത്ര ഷോഡശഭി സത്മാ സഹസ്രൈസമലങ്കൃതം വിവേശ ഏകതമം ശൗരേ പത്നീനാം ഭവനം മഹത്. തത്ര അവിടെ ഷോഡശഭി സത്മസഹസ്രൈ 16,000 ഭവനങ്ങളാൽ സമലങ്കൃതം നന്നായി അലങ്കരിക്കപ്പെട്ട ശൗരേഹേ കൃഷ്ണന്റെ പത്നീനാം ഭാര്യമാരുടെ മഹത്തായ ഏകതമം ഭവനം ഒരു ഭവനത്തെ പ്രവേശിച്ചു. അപ്പൊ അങ്ങനെ 16,008 ഭവനങ്ങൾ അടുത്തടുത്തുണ്ട്. അപ്പോ ആദ്യം കണ്ട ഒരു ഭവനത്തിൽ നാരദ മഹർഷി പ്രവേശിച്ചു. അപ്പൊ 16,008 ഭവനങ്ങളും നിരനിരയായിട്ട് നിൽക്കുകയാണ്. ഓരോന്നും നല്ലവണ്ണം അലങ്കരിച്ചിരുന്നു. അപ്പൊ ആദ്യം കണ്ട ഭവനത്തിൽ നാരദ മഹർഷി കയറി. തത്ര ഷോഡശഭി സത്മാ സഹസ്രൈസമലങ്കൃതം വിവേശേകതമം ശൗരേ പത്നീനാം ഭവനം മഹത്. ശ്ലോകം 9.
വിഷ്ടപ്തം വിദ്രുമസ്തംഭയേ വൈദൂര്യഫലഗോത്തമൈഃ ഇന്ദ്രനീലമയൈ കുഡ്യൈർ ജഗത്യാച അഹത തിഷാ. വിഷ്ടബ്ദം വിദ്രുമസ്തംഭൈഃ വൈദൂര്യ ഫലക ഉത്തമൈഃ. വിദ്രുമസ്തംഭൈ പവിഴം കൊണ്ടുള്ള തൂണുകൾ, വൈദൂര്യ ഫലകോത്തമൈ വൈഡൂര്യം കൊണ്ടുള്ള കഴുക്കോലുകൾ, ഇന്ദ്രനീലമൈ ഇന്ദ്രനീലം കൊണ്ടുള്ള കുട്ടി ചുമരുകൾ, അഹതത്തുഷ നശിക്കാത്ത കാന്തിയോടുകൂടിയ ജഗത്യാച്ച നിലം, നല്ല ഭംഗിയുള്ള നിലം വിഷ്ടപ്തം ധരിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ തറയൊക്കെ ആണെങ്കിൽ ആ സൂര്യ പ്രകാശം കൊണ്ട് തിളങ്ങുന്ന കാന്തിയോടുകൂടിയായിരുന്നു. തൂണുകളെല്ലാം പവിഴം, ഉത്തരങ്ങളാണെങ്കിൽ വൈഡൂര്യം കൊണ്ട്, ചുമരുകൾ ഇന്ദ്രനീല കൊണ്ട്, നീലക്കല്ല് കൊണ്ട്, തറയൊക്കെ ആണെങ്കിലോ സൂര്യരശ്മി നിമിത്തം നല്ല തിളങ്ങുന്ന കാന്തിയോട് കൂടിയവയും ആയിരുന്നു. വിഷ്ടബ്ദം വിദ്രുമസ്തംഭയർ വൈദൂര്യ ഫലഗോത്തമൈ ഇന്ദ്രനീലമയൈ കുട്യൈർ ജഗത്യാച അഹദതിഷ. ശ്ലോകം 10. വിധാനൈർ നിർമ്മിതൈ ത്വഷ്ട്രാ മുക്തദാമ വിളംബഭിഃ ദാന്തൈരാസന പര്യങ്കൈർ മണി ഉത്തമ പരിഷ്കൃതൈഃ. വിധാനൈഃ നിർമ്മിതൈഃ ത്വഷ്ട്രാ. ത്വഷ്ട്രാ വിശ്വകർമാവിനാൽ നിർമ്മിതൈഃ ഉണ്ടാക്കപ്പെട്ട മുക്തദാമ വിളംബഭിഃ മുത്തുമാലകൾ ഇഴഞ്ഞുകിടക്കുന്ന വിധാനൈ വിരിപ്പുകളാലും ദാന്തൈ ദന്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ മണി ഉത്തമ പരിഷ്കൃതൈഃ ശ്രേഷ്ഠങ്ങളായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവയുമായ ആസന പര്യങ്കൈ സിംഹാസനങ്ങളാലും ശയനങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ ആ ഭവനത്തിന്റെ അന്തർഭാഗത്ത് ഉള്ള നല്ല വിരിപ്പുകൾ, മുത്തുമാലകൾ ആ വിരിപ്പുകൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇരിക്കാനും കിടക്കാനും ഉള്ള ആസനങ്ങളും ശയനങ്ങളും ആനക്കൊമ്പുകൊണ്ടുണ്ടാക്കിയതാണ്. ഏറ്റവും കാന്തിയുള്ള ഉത്തമ രത്നങ്ങൾ പതിച്ച് അലങ്കരിക്കപ്പെട്ടവയും ആയിരുന്നു. ഇവയെല്ലാം ആരാണ് പണിതത്? സാക്ഷാൽ വിശ്വകർമാവ് തന്നെയാണ്. അപ്പൊ അക്കാലത്തെ ധനസമൃദ്ധി, ശില്പ ചാതുര്യം ഇതെല്ലാം സൂചിപ്പിക്കുകയാണ് അവിടത്തെ ഓരോ ഭവനങ്ങളും. വിധാനൈ നിർമ്മിതൈ ത്വഷ്ട്രാ മുക്താദാമ വിളംബഭിഃ ദാന്തൈരാസന പര്യങ്കൈർ മണി ഉത്തമ പരിഷ്കൃതൈഃ. ശ്ലോകം 11. ദാസീഭിർ നിഷ്കണ്ഠീഭിഃ സുവാസോഭിരലങ്കൃതം പുംഭി സകഞ്ചുകോഷ്ണീഷ സുവസ്ത്രമണികുണ്ഡലൈഃ. ദാസീഭിഃ നിഷ്കണ്ഠീഭിഃ പതക്കം കണ്ടത്തിൽ ധരിച്ചിട്ടുള്ള ദാസികളാലും. അപ്പൊ ധാരാളം ദാസികളുണ്ട്. അവരെല്ലാം നല്ല മാലയിട്ട് നല്ല പതക്കങ്ങൾ, ലോക്കറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. സുവാസോഭി ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. സ കഞ്ചുക ഉഷ്ണീഷ സുവസ്ത്ര മണികുണ്ഡലൈഃ. സ കഞ്ചുകം കുപ്പായം, ഉഷ്ണീഷ എന്ന് വെച്ചാൽ തലപ്പാവ്, സുവസ്ത്രം നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. മണികുണ്ഡലം രത്നകുണ്ഡലങ്ങൾ ഇവയോടുകൂടി പുംഭിഹി പുരുഷന്മാരാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ദാസികളും സർവ ആഭരണ വിഭൂഷിതകൾ ആയിരുന്നു. അവരും വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. ദാസന്മാരാണെങ്കിൽ അവർ കുപ്പായം, തലപ്പാവ്, വിശേഷ വസ്ത്രം, രത്നകുണ്ഡലം, യോഗ്യതയുള്ള ഉടുപ്പുകളും ആഭരണങ്ങളും എല്ലാം ആണുങ്ങളും ധരിച്ചിരുന്നു. ദാസീഭിർ നിഷ്കണ്ഠീഭിഃ
സുവാസോഭിരലങ്കൃതം പുംഭീസ കഞ്ചുക ഉഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈഹി. ശ്ലോകം 12. രത്നപ്രദീപ നികരദ്യുതിഭിർ നിരസ്ത ധ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോങ്ക നൃത്യന്തി യത്ര വിഹിത അകരുധൂമമക്ഷൈർ ധൂപവക്ഷൈർ ഈക്ഷ്യഘ്ന ബുദ്ധയ ഉന്നദന്തഃ രത്നപ്രദീപ നികരദ്യുതിഭിഹി. രത്നദീപങ്ങളുടെ സമൂഹത്തിൽ നിന്നും പുറപ്പെടുന്ന കാന്തിയാൽ. അപ്പോൾ ആ ഓരോ ഗൃഹത്തിന്റെയും അകത്ത് മണിവിളക്കുകൾ നിരനിരയായിട്ട് കത്തിച്ചു വച്ചിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും നല്ല പ്രകാശം, അന്ധകാരം ഒന്നുമില്ല. ആ രത്ന ദീപങ്ങളുടെ നിന്നും പുറപ്പെടുന്ന ആ രശ്മികളാൽ നിരസ്തധ്വാന്തം, ഇരുട്ട് അകന്നതായിരുന്നു. നിരസ്ത എന്ന് വെച്ചാൽ ഇല്ലാതാകുന്ന, ഇരുട്ട് ഇല്ലാതായി, അതായത് നല്ല വെളിച്ചം. അവിടെ ധാരാളം വിളക്കുകൾ, മണിവിളക്കുകൾ കത്തിച്ചു വച്ചിട്ടുണ്ട്. അംഗഹേ പൂജ്യ എത്ര യാതൊന്നിൽ വിചിത്ര വളഭീഷു ശിഖണ്ഡിനഹ. വിശേഷപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മയിലുകൾ, ശിഖണ്ഡിന എന്ന് വെച്ചാൽ മയിലുകൾ, അക്ഷൈഹി ജനലിൽ കൂടി നിര്യാന്തം പുറത്തേക്ക് വരുന്ന വിഹിത അകരു ധൂപ, അതായത് അകരു മുതലായ സുഗന്ധദ്രവ്യങ്ങൾ അകത്ത് പോയിക്കുമ്പോൾ അത് ജനലിൽ കൂടി പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ധൂമത്തെ, പുകയെ കണ്ടിട്ട്, ഈക്ഷ്യ കണ്ടിട്ട് ഘനബുദ്ധയ, അപ്പോൾ മയിലുകൾ എന്ത് വിചാരിച്ചു? നീലമേഘം എന്ന ബുദ്ധിയോടുകൂടിയവയായി ഉന്നദന്ത, ഉന്നദന്ത ഉച്ചത്തിൽ, ഉന്നദന്ത ഉച്ചത്തിൽ ശബ്ദിക്കുന്നവയായി നൃത്യന്തി നർത്തനം ചെയ്യുന്നു. അപ്പോൾ ആ വീടുകളുടെ ഉൾഭാഗത്ത് മണിവിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുട്ട് അശേഷമില്ല. പിന്നെ വെളിയിൽ പല സ്ഥാനങ്ങളിൽ ഒക്കെ ഇരിക്കുന്ന മയിലുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അകത്തുനിന്ന് അകരു മുതലായവ പുകച്ച് പുക വരുന്നു. അപ്പൊ അവ വിചാരിക്കുകയാണ് നീലമേഘങ്ങളാണോ എന്ന വിചാരത്താൽ അവ സന്തോഷിച്ച്, അതായത് നീലമേഘങ്ങൾ വരുമ്പോൾ മഴ പെയ്യാൻ സമയമായി. അപ്പോൾ മയിലുകൾക്ക് എന്താണ്? നൃത്തം വയ്ക്കും. അപ്പൊ അങ്ങനെ മയിലുകൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പീലി വിടർത്തി നൃത്തം വയ്ക്കുന്നു. രത്നപ്രദീപ നികരദ്യുതിഭിർനിരസ്ത ധ്വാന്തം വിചിത്ര വളഭീഷു ശിഖണ്ഡിനോങ്ക നൃത്യന്തി യത്ര വിഹിതാകരുധൂപമക്ഷൈർ നിര്യാന്തമീക്ഷഖന ബുദ്ധയ ഉന്നദന്തഃ. ശ്ലോകം 13. തസ്മിൻ സമാന ഗുണരൂപ വയസ്സു വേഷ ദാസീ സഹസ്രയുധ യാനുസവം ഗൃഹണ്യ വിപ്രോദർശ ചമരവ്യജേന രുക്മ ദണ്ഡേന സാത്വതപദീം പരിവീജയന്ത്യ. അപ്പൊ അങ്ങനെ മനോഹരമായ ആ ദ്വാരകയിൽ നാരദൻ എത്തുകയാണ്. എത്തിയിട്ട് ആദ്യം കണ്ട ഭവനത്തിൽ കയറി. അത് ആരുടെ ഭവനമായിരുന്നു? രുക്മിണിയുടെ ഭവനമായിരുന്നു. തസ്മിൻ അതിൽ സമാന ഗുണരൂപവയ സുവേഷദാസീ സഹസ്രയുതയ. സമാന ഗുണ, തുല്യമായ ഗുണം, രൂപം, വയസ്സ്, വേഷം ഇവയോടുകൂടിയ 1000 ദാസികൾ ഉള്ളവളും അനുസവം, സഹസ്രയുതയ അനുസവം, എല്ലാ കാലത്തും രുക്മദണ്ഡേന സ്വർണപ്പിടിയുള്ള ചമരവ്യജേന, ചാമരത്താൽ സ്വർണ പിടിയുള്ള വെഞ്ചാമരം കൊണ്ട് പരിവീജ്യന്ത വീശിക്കൊണ്ടിരിക്കുന്നവളുമായ ഗൃഹണ്യ പത്നിയോടുകൂടി സാത്വതപതി, സജ്ജനങ്ങളുടെ സാത്വതന്മാരുടെ പതിയായ ഭഗവാനെ വിപ്ര ബ്രാഹ്മണൻ ദദർശ കണ്ടു.
അപ്പൊ രുക്മിണിയുടെ ഗൃഹത്തിൽ ചെന്നപ്പോൾ രുക്മിണി ഭഗവാനെ വെഞ്ചാമരം കൊണ്ട് വീശിക്കൊണ്ട് അവരങ്ങനെ സല്ലപിച്ചു കൊണ്ടിരിക്കുന്നതാണ് നാരദ മഹർഷി കണ്ടത്. തസ്മിൻ സമാന ഗുണരൂപ വയസ്സു വേഷ ദാസീ സഹസ്രയുധയാനുസവം ഗൃഹണ്യ വിപ്രോദർശ സമരവ്യജനേന രുക്മാ ദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യ. അപ്പൊ ഭഗവാൻ ഓരോ ഗൃഹത്തിലും എന്ത് ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നാരദമുനി എത്തിയത്. ആദ്യം കണ്ട രുക്മിണിയുടെ ഗൃഹത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ രുക്മിണിയുമായി സല്ലപിച്ചു കൊണ്ട് കിടക്കുന്നതാണ് കണ്ടത്. രുക്മിണി വെഞ്ചാമരം വീശുന്നു. ശ്ലോകം 14. തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്ഥിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠ ആനമ്യപാദയുഗളം ശിരസാ കിരീട ജുഷ്ടേന സാഞ്ജലിർ അഭീവിശത് ആസനേ സ്വേ. തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസ ഉദ്ധിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠ. സകലധർമ്മഭൃതാം സകല ധർമ്മങ്ങളെയും സംരക്ഷിക്കുന്നവരിൽ വച്ച് വരിഷ്ഠ ശ്രേഷ്ഠനായ ഭഗവാൻ, ഐശ്വര്യപൂർണനായ ഭഗവാൻ തം അവനെ സന്നിരീക്ഷ്യ ആദരവോടെ കണ്ടിട്ട് സഹസ ഉടനെ തന്നെ എന്ത് ചെയ്തു? ശ്രീ പര്യങ്കത ശ്രീമത്തായ തന്റെ ആ പര്യങ്കത്തിൽ നിന്ന്, അതായത് ആ കട്ടിലിൽ നിന്ന് ഉത്ഥിത എഴുന്നേറ്റു. നാരദ മഹർഷിയെ കണ്ടതും ഭഗവാൻ പെട്ടെന്ന് കട്ടിൽ നിന്ന് ചാടി എണീറ്റു. കിരീടജുഷ്ടേന കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ശിരസ് കൊണ്ട് പാദയുഗളം ചരണയുഗളത്തെ ആനമ്യ വീണു നമസ്കരിച്ചു. നാരദ മഹർഷിയെ കണ്ടതും ഭഗവാൻ വേഗം വന്ന് കിരീടം വച്ചിട്ടുണ്ട് എങ്കിലും ആ ശിരസ് കൊണ്ട് മഹർഷിയുടെ കാലിൽ നമസ്കാരം ചെയ്തു. നമസ്കരിച്ചിട്ട് സാ അഞ്ജലിഹി കൈകൂപ്പിയവനായി സ്വേ ആസനെ തന്റെ ആസനത്തിൽ അവീവിശത് ഇരുത്തി. അപ്പൊ ഭഗവാൻ നാരദ മഹർഷിയെ പെട്ടെന്ന് തന്നെ എണീറ്റ് കാൽക്കൽ നമസ്കരിച്ചിട്ട് എന്നേതോ കൈകൂപ്പി തന്റെ സിംഹാസനത്തിൽ നാരദ മഹർഷിയെ ഇരുത്തി. തം സന്നിരീക്ഷ ഭഗവാൻ സഹസോത്ഥിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠ ആനമ്യപാദയുഗളം ശിരസാ കിരീട ജുഷ്ടേന സാഞ്ജലിർ അവീവിശത് ആസനേ സ്വേ. ശ്ലോകം 15. തസ്യാവനിജ്യ ചരണൗ തതപസ് സ്വമൂർധ്ന വിഭ്രജഗത് ഗുരുതരോപി സദാം പതിർഹി ബ്രഹ്മണ്യദേവ ഇതി യത് ഗുണനാമയുക്തം തസ്യൈവ യച്ചരണ ശൗചമശേഷതീർത്ഥം. തസ്യ അവനിജ്യ ചരണൗ തസ്യ അവന്റെ ചരണൗ പാദങ്ങളെ അവനിജ്യ കഴുകിയിട്ട് നാരദ മഹർഷിയെ തന്റെ ആ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് നാരദ മഹർഷിയുടെ കാലുകളെ കഴുകി തതപ എന്നിട്ട് എന്ത് ചെയ്തു? ആ ജലത്തെ തത് അപഹ ജലത്തെ ജഗത് ഗുരുതരഹ അപി ലോകത്തിൽ ഏറ്റവും മാന്യനായ ഗുരുവാണെങ്കിലും ഭഗവാൻ ജഗത് ഗുരുവാണ്, ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ സദാം സത്തുക്കളുടെ പതി ശ്രേഷ്ഠൻ സ്വമൂർത്തിനെ തന്റെ ശിരസ് കൊണ്ട് ധരിച്ചു. അപ്പൊ ഭഗവാന്റെ പാദതീർത്ഥം ബ്രഹ്മാവും അതുപോലെ തന്നെ ദേവന്മാര് അതുപോലെ പരമേശ്വരൻ എല്ലാം ധരിക്കുന്നതാണ്. ആ ഭഗവാൻ ലോകമര്യാദ ലോകരെ കാണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? നാരദ മഹർഷിയുടെ പിടിച്ചിരുത്തി കാല് കഴുകിയിട്ട് ആ തീർത്ഥം തന്റെ തലയിൽ തളിച്ചു. അതായത് ബ്രാഹ്മണരെ ഈ വിധം പൂജിക്കണം എന്ന് ലോകരെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഭഗവാൻ ഇത് ചെയ്തത്. അല്ലാതെ ഭഗവാൻ ലോകഗുരുവാണ്, ഭഗവാൻ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അത് ലോകരെ മനസ്സിലാക്കി കൊടുക്കാനാണ്. ബ്രാഹ്മണ ഭക്തി
മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാൻ ഇത് ചെയ്തത്. ബ്രഹ്മണ്യദേവൻ എന്ന് യത് ഗുണനാമ, യാതൊരുവന്റെ ഗുണനാമമോ, യത് ചരണശൗചം, ഏതൊരുവന്റെ പാദക്ഷാളനം ചെയ്ത ജലം, അശേഷ തീർത്ഥം, എല്ലാ തീർത്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠ തീർത്ഥമോ, തസ്യ അവന് യുക്തം, അവ ചേർച്ചയുള്ളത് തന്നെ. അപ്പൊ ലോകത്തിന് ഇങ്ങനെ ബ്രാഹ്മണ ഭക്തി ഉണ്ടായിരിക്കണം. അതായത് ബ്രാഹ്മണരെ ദൈവമായിട്ട് കരുതണം. യാതൊരു ഭഗവാന് ബ്രഹ്മണ്യദേവൻ എന്ന് നാമം ഉണ്ടായിരിക്കുന്നുവോ, ഏതൊരു ഭഗവാന്റെ പാദകമല സമ്പർക്ക നിമിത്തം ഗംഗാനദി സകല തീർത്ഥങ്ങളിൽ വെച്ച് ഉത്തമ തീർത്ഥമായി ഭവിച്ചിരിക്കുന്നുവോ, അത്ര മഹിമയോടുകൂടിയ ഭഗവാൻ ലോകരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്. ഇത് യുക്തം തന്നെയാണ്. ശരിക്കും ഭഗവാന് ഇത് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ ലോകരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. യദ്ദാചരതി ശ്രേഷ്ഠ തത്തത് ഇതരോചന, ശ്രേഷ്ഠന്മാർ എന്താചരിക്കുന്നുവോ അതാണ് മറ്റുള്ളവരും അനുസരിക്കുന്നത്. അപ്പൊ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത് ചെയ്തത്. തസ്യാവനിജ്യ ചരണോ തദവ സ്വമൂർധ്ന വിഭ്രജഗത് ഗുരുതരോപി സദാംപതിർഹി ബ്രഹ്മണ്യദേവ ഇതി യത് ഗുണനാമയുക്തം തസ്യൈവ യത് ചരണശൗചം അശേഷതീർത്ഥം. ശ്ലോകം 16. സംപൂജ്യ ദേവ ഋഷിവര്യ ഋഷിപുരാണോ നാരായണോ നരസഹോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യ മിതയാമൃത മൃഷ്ടയാത്തം പ്രാഹപ്രഭോ ഭഗവതേ കരവാമഹേ കിം. സംപൂജ്യ ദേവ ഋഷിവര്യ ഋഷി പുരാണഃ നാരായണഃ നരസഹഃ വിധിന ഉദിതേന. നരസഹ, നരന്റെ ഇഷ്ടനായ നാരായണൻ എന്നു പേരുള്ള, അതായത് ഭഗവാന്റെ നേരത്തെയുള്ള അവതാരം നരനാരായണൻ ആയിട്ടുള്ളതാണ്. അല്ല, ഭഗവാൻ നാരായണൻ എന്ന് പുരാണ പണ്ടേയുള്ള ഋഷി ദേവർഷി വര്യം, ദേവർഷി ശ്രേഷ്ഠനെ ഉദിതേന വിധിന, ശാസ്ത്രവിധി പ്രകാരം സംപൂജ്യ, വേണ്ടതുപോലെ പൂജിച്ചു. അപ്പൊ പണ്ടേയുള്ള ഋഷിയാണ് നാരായണ ഋഷി. ആ നാരായണ ഋഷി ഈ ദേവർഷി വര്യനായ നാരദനെ വേണ്ടതുപോലെ പൂജിച്ചിട്ട് അമൃതമൃഷ്ടയ, അമൃതം പോലെ അവനോട് അഭിഭാഷ്യ, സംസാരിച്ചിട്ട് എന്തോന്ന് പറഞ്ഞു, ഹേ പ്രഭോ, അല്ലയോ പ്രഭുവായുള്ളവനെ, ഭഗവതേ സർവ ഐശ്വര്യപൂർണനായ അങ്ങേക്കായിക്കൊണ്ട് കിം കരവാമ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രാഹ ആദരവോടെ ചോദിച്ചു. ഇപ്പൊ ഭഗവാൻ നാരദ മഹർഷിയെ സ്വീകരിച്ചിരുത്തി കാല് കഴുകി ആ വെള്ളം തന്റെ ശിരസിൽ തളിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, നാരദ മുനിയെ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? സംഭൂച്യ ദേവ ഋഷിവര്യം ഋഷി പുരാണോ നാരായണോ നരസഹോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യ മിതയാമൃതമൃഷ്ടയാതം പ്രാഹപ്രവോ ഭഗവതേ കരവാമഹേക്കും. അപ്പൊ ഇത് നമുക്ക് ഈ അഹങ്കാരമുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ മനുഷ്യർക്കോ അല്പ സമ്പത്തോ അല്ലെങ്കിൽ അല്പ വിദ്യയോ എന്തെങ്കിലും അല്പം പഠിച്ചാൽ മതി, അഹങ്കാരമാണ് അല്ലേ? പറഞ്ഞു കൊടുത്തവരെ പോലും ആദരിക്കുകയില്ല. അപ്പോൾ അല്പം എന്തെങ്കിലും പഠിച്ചാൽ മതി, അഹങ്കാരം. അല്പ ധനമുണ്ടായാൽ മതി, അതും അഹങ്കാരം. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നാരദനോട് ചോദിക്കുകയാണ്. സംപൂജ്യ ദേവർഷി വര്യമഋഷി പുരാണോ നാരായണോ നരസഹോ വിധിനോദിതേന വാണ്യാഭിഭാഷ മിതയാമൃതമൃഷ്ടയാതം പ്രാഹപ്രഭോ ഭഗവതേ കരവാമഹേക്കും. ശ്ലോകം 17. നാരദ ഉവാച നൈവാദ്ഭുതം ത്വയി വിഭോ അഖില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമഖലാനാം നിശ്രേയസായ ഹി ജഗത്സ്ഥിതിരക്ഷണാഭ്യാം
സ്വൈരാവതാര ഉരുകായ വിതാമ സുഷ്ടു ന ഏവ അത്ഭുതം നൈവ അത്ഭുതം ത്വയി വിഭോ അഖില ലോകനാഥേ വിഭോ ഹേ സർവവ്യാപിൻ അഖില ലോകനാഥേ സകല ലോകത്തിന്റെ നാഥനായ ത്വയി അങ്ങയിൽ. ഇപ്പൊ നാരദ മഹർഷി പറയാണ്, അങ്ങ് എന്നോടിങ്ങനെ ചോദിക്കുന്ന എന്തിനാണ്? അങ്ങ് സകല ലോകത്തിന്റെ നാഥനാണ്. അങ്ങയിൽ സകലേഷു സമസ്തന്മാരായ ജനേഷു ജനങ്ങളിൽ മൈത്രി മിത്രഭാവവും ഖലാനാം ദുഷ്ടന്മാരുടെ ദമഹ ദണ്ഡനവും അത്ഭുതം ആശ്ചര്യം തന്നെയാണ്. അങ്ങ് സകല ജനങ്ങളിലും മിത്രഭാവത്തോടു കൂടിയായിരിക്കുന്നു. പിന്നെ ആ ലോകമര്യാദയെ അതിക്രമിച്ച് നടക്കുന്ന കംസാദികളിൽ അങ്ങ് ദണ്ഡം ശിക്ഷ കൊടുക്കുന്നു. ഇതൊക്കെ ആശ്ചര്യം തന്നെയാണ്. ന ഏവ അല്ല നിശ്ചയം. അപ്പൊ ഇതൊന്നും ആശ്ചര്യമൊന്നും അല്ല. ഉരുകായ മഹത്തായ ചരിതത്തോടു കൂടിയവനെ ജഗതസ്ഥിതി രക്ഷണാഭ്യ ജഗത്തിന്റെ ലോകത്തിന്റെ സ്ഥിതിയും രക്ഷണവും, അതായത് സൃഷ്ടിയും രക്ഷണവും നിശ്രേയസായ ക്ഷേമത്തിനായി കൊണ്ടാണ് സ്വൈരാവതാര സ്വേച്ഛയോടുകൂടിയ അവതാരം എന്ന് സുഷ്ടു വിധാമ ഞങ്ങൾ അറിയുന്നു. അപ്പൊ അങ്ങയുടെ അവതാരം എന്തിനാണ്? ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ദുഷ്ടജനങ്ങളെ സംഹരിക്കുന്നതിനും സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കുന്നതിനും സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം. നാരദ ഉവാച നൈവാത്ഭുതം ത്വയി വിഭോ അഖില ലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമഖലാനാം നിശ്രേയസായ ഹി ജഗത് സ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുകായ വിതാമ സുഷ്ടു. ശ്ലോകം 18. ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിർഹൃദി വിചിന്യമഗാധബോധൈഃ സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായം ചരാമ്യനുഗൃണാഃ യഥാ സ്മൃതി സ്യാത്. ദൃഷ്ടം തവ അംഘ്രിയുഗളം ജനത അപവർഗം ബ്രഹ്മാദിഭിഃ ഹൃദി വിചിന്യം അഗാധബോധൈഃ അഗാധമായ ബോധത്തോടുകൂടിയ ബ്രഹ്മാദിഭിഃ ബ്രഹ്മാദികളാൽ ബ്രഹ്മാവ് മുതലായവരാൽ ഹൃത്തിൽ വിചിന്തനം ചെയ്യാൻ യോഗ്യമായും, അതായത് അങ്ങയുടെ ദർശനം എല്ലാവർക്കും സാധിക്കുകയില്ല. പരമജ്ഞാനിയായിരിക്കുന്ന ബ്രഹ്മാദികൾക്കു കൂടി ഹൃദയമധ്യത്തിൽ എപ്പോഴും ഈ പാദയുഗളത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ വിധം ദർശനം കിട്ടുകയില്ല. സംസാര കൂപപതിത ഉത്തരണ അവലംബം സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ പതിച്ചവരുടെ ഉദ്ധാരണത്തിന് ആശ്രയമായും ജനതാ അപവർഗം ജനങ്ങളുടെ മോക്ഷത്തിന് സ്ഥാനവുമായിരിക്കുന്ന തവ അംഘ്രിയുഗളം അങ്ങയുടെ ഈ പാദപത്മങ്ങൾ ദർശിക്കപ്പെട്ടു. അപ്പൊ ബ്രഹ്മാവിന് പോലും ധ്യാനിക്കേ ഉള്ളൂ, എപ്പോഴും ഈ പാദദർശനം കിട്ടുകയില്ല. എനിക്കത് കിട്ടി. ധ്യാനിക്കുന്നവനായി ഞാനിതാ സഞ്ചരിക്കുകയാണ്. യഥാസ്മൃതി സ്മരണ ഉണ്ടാകാത്ത വിധത്തിൽ അനുഗൃഹാത എന്നെ അനുഗ്രഹിച്ചാലും. അപ്പൊ അങ്ങയുടെ പാദയുഗളം എപ്പോഴും എന്റെ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അനുഗ്രഹിക്കുക. ഭഗവാൻ ചോദിച്ചല്ല, നാരദ മഹർഷി അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, അങ്ങയുടെ ഈ പാദപത്മത്തിലുള്ള അചഞ്ചലമായ ഭക്തി മാത്രമാണ് എനിക്ക് വേണ്ടത്. ദൃഷ്ടം തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിർഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോ ഉദ്ധരണാവലംബം ധ്യായൻ ചരാമ്യ അനുഗൃഹാണ യഥാസ്മൃതി സ്യാദ്. ശ്ലോകം 19. തതോ അന്യദാവിശദ്ഗേഹം കൃഷ്ണപത്ന്യാന നാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ
യോഗമായാ വിവിത്സയാ. തതഃ അന്യത് ആവിശത് ഗേഹം കൃഷ്ണപത്ന്യാഃ സ നാരദഃ യോഗേശ്വര ഈശ്വരസ്യ അംഗ. ഹേ അംഗ, ഹേ പൂജ്യ, യോഗേശ്വരേശ്വരസ്യ, യോഗേശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്നവന്റെ യോഗമായ വിവിത്സയ, യോഗമായെ അറിയാനുള്ള ആഗ്രഹത്താൽ സഹ നാരദ, നാരദൻ തതഃ അവിടെ നിന്നും കൃഷ്ണപത്നിയുടെ അന്യദേഹം മറ്റൊരു വീടിനെ ആവിശത് പ്രവേശിച്ചു. അപ്പൊ ഭഗവാനോട് ഇത്രയും പറഞ്ഞിട്ട് ഈ ഭഗവാന്റെ മായ വൈഭവം അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി ഇത്രയും പറഞ്ഞിട്ട് നാരദ മഹർഷി എന്ത് ചെയ്തു? അടുത്ത വീട്ടിലോട്ട് പോയി. അടുത്തത് സത്യഭാമയുടെ വീട്ടിലോട്ട് പോയി. തഥോന്യതാവിശത് ഗേഹം കൃഷ്ണപത്ന്യാസ നാരദഃ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായാ വിവിത്സയാം. ശ്ലോകം 20. ദിവ്യന്തം അക്ഷൈസ്തത്രാപി പ്രിയയാ ചോത്തവേന ച പൂജിത പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിः. ദിവ്യന്തം അക്ഷൈഃ തത്രാപി പ്രിയയാ ചോത്തവേന ച പൂജിതഃ പരയാ ഭക്ത്യാ പ്രതി ഉത്ഥാന ആസനാദിഭിः. തത്രാപി അവിടെയും പ്രിയയോടും ഉത്തവേന ച ഉത്തവനോടും കൂടി അക്ഷൈഹി കരുക്കൾ കൊണ്ട് ദിവ്യന്തം ക്രീഡിക്കുന്നവനെ കണ്ടു. അവിടെ സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോഴോ അവിടെ കൃഷ്ണൻ തന്റെ ഭാര്യയായ സത്യഭാമയോടും പ്രിയനായ ഉദ്ധവനോടും കൂടി ഇരുന്ന് ചൂത് കളിക്കുന്നതാണ് കണ്ടത്. പരയാ ഭക്തിയ, പരമമായ ഭക്തിയോടുകൂടി പ്രത്യുത്ഥാനാസനാദിവി എതിരെ ഭഗവാൻ എണീറ്റ് സിംഹാസനം കൊടുത്തു. നാരദ മഹർഷിയെ ആദരിച്ചവിടെ ഇരുത്തി പൂജിച്ചു, സൽക്കരിച്ചു. അപ്പോൾ ഭഗവാൻ ഒരു വീട്ടിൽ ഇങ്ങനെ ഇരുന്നല്ലോ, ഇനി അടുത്ത വീട്ടിൽ ഭഗവാൻ കാണുമോ എന്ന് സംശയിച്ചാണ് അടുത്ത വീട്ടിൽ പോയത്. ഭഗവാൻ ഇപ്പോ രുക്മിണിയുടെ ഗൃഹത്തിലല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഇനി ചെന്ന് നോക്കട്ടെ സത്യഭാമയുടെ ഗൃഹത്തിലുണ്ടോ എന്ന്. അവിടെ ചെന്നപ്പോ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധവനും സത്യഭാമയും ഭഗവാനുമായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഭഗവാൻ എണീറ്റ് ഉടനെ തന്നെ നാരദ മഹർഷിയെ സ്വീകരിച്ചവിടെ ഇരുത്തി. ദിവ്യന്തം അക്ഷയ് തത്രാപി പ്രിയയാ ചോത്തവേന ച പൂജിത പരയാ ഭക്ത്യാ പ്രത്യുത്ഥാനാസനാദിഭിः. ശ്ലോകം 21. പൃഷ്ടച്ഛ അവിദുഷേ വിവാസോ കഥാ ആയാതോ ഭവാനിതി ക്രിയതേ കിംനു പൂർണാനാം അപൂർണൈർ അസ്മദാദിഭിः. പൃഷ്ടഃ ച അവിദുഷ ഇവ അസൗ, അതാണ് അവിദുഷേവാസൗ. പൃഷ്ടാവിദുഷേവാസൗ. പൃഷ്ടഃ ച അവിദുഷ ഇവ അസം. അവിദുഷ ഇവ, അറിയാത്തവൻ എന്ന പോലെ ഇരിക്കുന്ന ഭഗവത. അപ്പൊ ഭഗവാൻ ഒന്നും അറിയാത്ത മട്ടില് നാരദൻ പരീക്ഷിക്കാൻ വരുമെന്നെല്ലാം ഭഗവാൻ അറിയാം. പക്ഷെ അറിയാത്ത മട്ടിൽ ഇരുന്ന ഭഗവാൻ അസൗ, ഇവൻ ഭഗവാൻ അങ്ങ് കഥ എപ്പോൾ ആഗതനായി. ഭഗവാൻ ചോദിച്ചു, അല്ലയോ നാരദ മഹർഷി, അങ്ങ് ഇവിടെ എപ്പോഴും വന്നു? ഇത് എന്നും പൂർണ്ണന്മാരായ നിങ്ങൾക്ക് അപൂർണൈഹി അപൂർണരായ അസ്മദാദിഭി എന്നെ പോലുള്ളവരാൽ കിംനു എന്തൊന്ന് ക്രിയത ചെയ്യപ്പെടുന്നു ഇത് പൃഷ്ടഹാച്ച എന്ന് ചോദിച്ചു. അല്ല, പൂർണ്ണനായ അങ്ങ് ഇത് ഇവിടെ എപ്പോഴും വന്നു എന്നുവെച്ചാൽ ഇപ്പോഴായിട്ട് അപ്പുറത്ത് വന്നല്ലേ ഉള്ളൂ. എപ്പോഴും വന്നു നാരദ മഹർഷേ? അപ്പൊ അങ്ങ് പൂർണ്ണനായ അങ്ങയ്ക്ക് ഇവിടെ ഭഗവാൻ വിനയാന്വിതനാവുകയാണ്. അപൂർണനായ എന്നെ പോലുള്ളവർ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. പൃഷ്ടച്ച വിദുഷേ വാസൗ കഥാ ആയാതോ ഭവാനിധി ക്രിയതേ കിംനു പൂർണാനാം അപൂർണൈരസ്മദാദിഭിः. ശ്ലോകം 22. അഥാപി ബ്രൂഹിനോ ബ്രഹ്മൻ ജന്മേതത് ശോഭനം ഗുരു സതു വിസ്മിത ഉത്ഥായ തുഷ്ണീം അന്യത് അഗാത് ഗൃഹം തഥാപി ബ്രൂഹി നഖ ബ്രഹ്മൻ. ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, തഥാപി എങ്കിലും, നഖ ഞങ്ങളോട്, ബ്രൂഹി പറഞ്ഞാലും. അപ്പോ പരിപൂർണമായ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന അങ്ങയ്ക്ക് യാതൊരു ആവശ്യവും ഉണ്ടാകുകയില്ല.
എങ്കിലും എന്റെ ഈ ജന്മത്തെ സഫലമാക്കി തീർക്കാൻ വേണ്ടി അങ്ങയുടെ ഏതെങ്കിലും ഒരാഗ്രഹം സാധിപ്പിക്കണം. അങ്ങ് ആജ്ഞ ചെയ്താലും ഈ ജന്മത്തെ ശോഭനമായിട്ട് കുരു ചെയ്താലും. സഹാത്തു അവനാകട്ടെ വിസ്മിതക ആശ്ചര്യത്തോടു കൂടിയവനായി മുത്തായ എഴുന്നേറ്റിട്ട് തുഷ്ണിയും ഒന്നും മിണ്ടാതെ അന്യഗൃഹം മറ്റൊരു ഭവനത്തെ ഗമിച്ചു. അപ്പോ ഭഗവാൻ പറഞ്ഞു, എന്റെ ജന്മം സഫലമാകട്ടെ, അങ്ങേക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നാരദ മഹർഷി ആശ്ചര്യയുക്തനായി. നാരദ മഹർഷി ഒന്നും പറയാനില്ല. നാരദ മഹർഷി ഒന്നും മിണ്ടാതെ അടുത്ത ഗൃഹത്തിലേക്ക് പോയി. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി